എല്ലാവർക്കും ലക്ഷ്മി നാരായണ ജ്യോതിഷത്തിലേക്ക് നമസ്കാരം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും സന്തോഷവുമാണ് നമ്മുടെ ജ്യോതിഷത്തിൻ്റെ പരമമായ ലക്ഷ്യം. എല്ലാവർക്കും സന്തോഷവും ശാന്തിയും ഉണ്ടാവണം. അതിനുവേണ്ടി എല്ലാ ദിവസവും നമ്മൾ ശിവപൂജ, വിഷ്ണുപൂജ, കുബേരപൂജ എല്ലാം ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പേരും നാളും മാത്രം പറഞ്ഞാൽ മതി. എല്ലാ ദിവസവും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും ഇടുകയാണെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ പൂജ ചെയ്തു. നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും. അതുപോലെ തന്നെ സന്തോഷ വാർത്തയുണ്ട്. സെപ്റ്റംബർ 5-ന് നമ്മളൊരു സമ്മാനം കൊടുക്കുന്നുണ്ട്. ഒന്നാം സമ്മാനമായി 25,000 രൂപയുടെ മൊബൈലാണ്. എല്ലാവരും ഇതിൽ പങ്കെടുക്കണം. അതിനുവേണ്ടി നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി. അതുപോലെ തന്നെ എല്ലാ ദിവസവും നമ്മളുടെ പൂജകൾ ഒത്തിരി പ്രത്യേകതകളുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ പൂജ എന്ന് പറയുന്നത് ശത്രുസംഹാര പൂജയാണ്. ശത്രുസംഹാര പൂജയും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് ശത്രുസംഹാര പൂജ. പൂജകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുസംഹാര പൂജയാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ തീർച്ചയായും ഇതിൽ പങ്കെടുക്കണം. ഇതിനുവേണ്ടി നിങ്ങളുടെ പേര് നാളെ മാത്രം പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അനന്തൻ്റെ അനുഗ്രഹമുള്ള നാളുകൾ. അതായത് രാഹുവിൻ്റെയും അനന്തൻ്റെയും അനുഗ്രഹമുള്ള കുറേ നാളുകാരുണ്ട്. അവരുടെ ഗണത്തിൽപ്പെട്ട നാളുകാരാണ്. അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും. അവർ ആ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വീട്ടിൽ ഈ നാളുകാർ, ഈ ഗണത്തിൽപ്പെട്ട രാഹുവിൻ്റെയും അനന്തൻ്റെയും അനുഗ്രഹമുള്ള നാഗങ്ങളുടെ അനുഗ്രഹമുള്ള ഈ ഗണത്തിൽപ്പെട്ട നാളുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും. എന്ത് തടസ്സങ്ങൾ വന്നാലും ആ തടസ്സങ്ങളെ മാറ്റാൻ ഈ ഗണത്തിൽപ്പെട്ട നാളുകാർക്ക് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും ഭാഗ്യം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇവരുണ്ടെങ്കിൽ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അത് മാറിക്കിട്ടും എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അനന്തൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങളുടെ വീട്ടിലും ഉണ്ടാകും എന്നുള്ളതിൽ ഒരു സംശയമില്ല. എല്ലാ തടസ്സങ്ങളും മാറും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ പ്രധാനപ്പെട്ട ഒരു നാളാണ് ആയില്യം. ആയില്യമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. ആയില്യക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ വളരെയധികം നിങ്ങൾ ഐശ്വര്യങ്ങൾ വെച്ചടി കയറ്റമുണ്ടാകും. ഏത് പ്രതിസന്ധിയും ഏത് പ്രതിസന്ധി വന്നാലും പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ അശ്വതി നക്ഷത്രക്കാർ, ഭരണി, കാർത്തിക ഈ നാളുകാരൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായും അനന്തൻ്റെ ഗണത്തിൽപ്പെട്ട നാളുകാരാണ്. ഇവർ ഐശ്വര്യങ്ങൾ കൊണ്ടുവരും എന്നുള്ളതാണ്. അതും രാഹുവിൻ്റെ സാന്നിധ്യമുള്ളതുകൊണ്ട് അവർ തീർച്ചയായും അവർക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് കൊണ്ടുതരും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതാണ് അനന്തൻ്റെ ഗണത്തിൽപ്പെട്ട ഈ അശ്വതിയും ഭരണിയും എല്ലാം വളരെ ശ്രേഷ്ഠകരമാണ്. അതുപോലെ തന്നെ രോഹിണിയും നല്ല ഐശ്വര്യമുള്ളതാണ്. അതും അനന്തൻ്റെ ഗണത്തിൽപ്പെട്ട നാളുകാരാണ്. ഇവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സാമ്പത്തികമായി ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി മറികടക്കാൻ വളരെ എളുപ്പമാണ്. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ നാളുകാരുടെ ഐശ്വര്യം കൊണ്ട് നമ്മളുടെ വീട്ടിലെ പ്രശ്നങ്ങളും എല്ലാം കുടുംബത്തിൽ ഐശ്വര്യങ്ങൾ വന്നു ചേരും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. അതുപോലെ തന്നെ ഉത്രട്ടാതി, പൂരിട്ടാതി, രേവതി, ചതയം, അവിട്ടം, തിരുവോണം, ഉത്രാടം ഈ നാളുകാരെല്ലാം അനന്തൻ്റെ ഗണത്തിൽപ്പെട്ട നാളുകാരാണ്. ഇതെല്ലാം ഐശ്വര്യം, നാഗരാജാവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് നേടിത്തരാൻ സാധിക്കും എന്നുള്ളതാണ്. ആ നാഗരാജാവിൻ്റെയും നാഗേഷിയുടെയും അനുഗ്രഹമുള്ള ഗണത്തിൽപ്പെട്ട നാളുകാർക്ക് ഉണ്ടെങ്കിൽ വീട്ടിൽ ഐശ്വര്യങ്ങൾ വന്ന് കുമിഞ്ഞുകൊള്ളും. അതുപോലെ തന്നെ ചോതി, വിശാഖം, അനിഴം, മൂലം ഇവരൊക്കെ ഐശ്വര്യമുള്ള ഒരു നാളുകളാണ്. അതായത് ഈ പറഞ്ഞ നാളുകാരെല്ലാം അനന്തൻ്റെ ഗണത്തിൽപ്പെട്ടതാണ്. അതായത് നാഗരാജാവിൻ്റെയും നാഗേഷിയുടെയും അനുഗ്രഹമുള്ള നാളുകാരാണ്. ഇവരുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരേണ്ട ഒരു കാലയളവാണ് ഈ കാലയളവ് എന്ന് പറയുന്നത്. അവരിരിക്കുന്ന സമയം എല്ലാം ഐശ്വര്യമുള്ളതായിരിക്കും. പ്രത്യേകിച്ച് 2025 25 തൊട്ട് നല്ലൊരു കാലയളവാണ് അവർക്ക്. അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ സാമ്പത്തികമായി നല്ല ഉയർച്ചയും പുതിയ വസ്തുക്കൾ, വീടുകൾ എല്ലാം വാങ്ങേണ്ട സമയമാണ് ഈ നാളുകാരുണ്ടെങ്കിൽ. ഈ നാളുകാരുടെ ഐശ്വര്യങ്ങൾ എല്ലാവർക്കും ആ ഐശ്വര്യം വീട്ടിൽ വന്നു ചേരുകയും എല്ലാ ഐശ്വര്യങ്ങളുമായി കുമിഞ്ഞുകൂടുകയും എല്ലാ വിധത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ മറികടക്കാനും ഏറ്റവും ശ്രേഷ്ഠമായ നാളുകാരാണ് ഈ അനന്തൻ്റെ ഗണത്തിൽപ്പെട്ട ഈ നാളുകാർ. നാഗരാജാവിൻ്റെയും നാഗേഷിയുടെയും അനുഗ്രഹമുള്ള ഈ നാളുകാർ ഉണ്ടെങ്കിൽ അവർ തീർച്ചയായും നിങ്ങൾക്കൊരു പ്രതിസന്ധിയും വീട്ടിൽ വരത്തില്ല. എല്ലാ ഐശ്വര്യങ്ങളും അവർ കുമിഞ്ഞുകൂടും. അതിന് പരിഹാരമായി പൂജകൾ ചെയ്താൽ മാത്രമേ എല്ലാ പ്രശ്നങ്ങളും മാറുന്നു. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതിനുവേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട രാഹുപൂജയാണ് ഏറ്റവും പ്രീതികരമായ നാഗങ്ങൾക്ക് വേണ്ടി ചെയ്യാവുന്നതും അതുപോലെ നാഗഗണങ്ങൾക്ക് വേണ്ടിയും അവരുടെ അനുഗ്രഹം മേടിക്കാൻ വേണ്ടി ചെയ്യുന്ന പൂജകളാണ് ഈ രാഹുപൂജ. പ്രത്യേകിച്ച് എല്ലാ ദിവസങ്ങളിലും രാഹു സമയത്താണ് നമ്മൾ ഈ പൂജ ചെയ്യേണ്ടത്. ആ സമയത്ത് നാരങ്ങ കത്തിക്കുകയും വിളക്കിൻ്റെ അവിടെ ഒരു നാരങ്ങ കത്തിച്ച് അതിലെ പ്രധാനമായി നീര് കളഞ്ഞ് അത് എണ്ണയിൽ കത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ രാഹു സമയത്ത് ചെയ്യുകയാണെങ്കിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങളുടെ വീട്ടിൽ കുമിഞ്ഞു വരും എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം ഈ ദിവസങ്ങളിൽ ചെയ്താൽ നാഗരാജാവിൻ്റെയും അതുപോലെ അനന്തൻ്റെ ഗണത്തിൽപ്പെട്ട നാളുകാർക്കെല്ലാം ഐശ്വര്യങ്ങൾ വന്നു ചേരും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങൾക്ക് തടസ്സങ്ങൾ നിൽക്കുന്നത് ഈ പൂജയില്ലായ്മയാണ്. അതിനുവേണ്ടി ഈ പൂജകൾ പ്രത്യേകം ചെയ്യുക. എല്ലാ ദിവസവും രാഹു സമയത്താണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം അത് ചെയ്യാൻ പറ്റാത്തവർക്ക് വെള്ളിയാഴ്ച ദിവസമാണ് രാഹുവിൻ്റെ സമയത്ത് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠകരമായി നിൽക്കും. അവർക്ക് എല്ലാവിധ ധനങ്ങളും വന്ന് കുമിഞ്ഞുകൂടും എന്നുള്ളതിൽ ഒരു സംശയമില്ല. പ്രത്യേകം ശ്രദ്ധിക്കുകയാണെങ്കിൽ
ഈ നാളുകാർ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരും എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഓം ലക്ഷ്മി നാരായണ.